ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്താ സൈബ? ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇപ്പനെ നമ്മൾ വളരെ കുറച്ചാണ് വീഡിയോയിൽ കാണിക്കാറുള്ളൂ. ഇട്ടോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ വീട് പണിന്റെ തിരക്കായിട്ടൊക്കെ അവിടെ പോയിട്ടാണ് നിക്കാറ്. അപ്പൊ നമ്മള് ഇന്ന് വീട്ടില് ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇപ്പൊക്ക് ഓർഡർ പ്രകാരമാണ് ഇപ്പൊക്ക് നമ്മള് ഇന്ന് അത് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് അല്ലെ. നമ്മള് ചിക്കനും നെയ്ച്ചോറൊക്കെ തിന്ന് നിൽക്കുമ്പോ ഇപ്പൊ അവിടെ വെറുതെ മറ്റേ എന്താ പറയാ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് നിക്കാണ്. ഇപ്പൊക്കെ ഒരു എൻജോയ്മെന്റ് അതിന് വേണ്ടിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. അത് മാത്രല്ല നമ്മൾ അവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്പൊ തന്നെ കറക്റ്റ് വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോ ചെയ്യുന്ന ദിവസങ്ങളിൽ മഴ പാടില്ല. ഇപ്പൊ കണ്ടില്ലേ, കാർമ നല്ല മൂടി കെട്ടലുണ്ട്. എന്താവും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെ സംഭവം. സീനായി. അതെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഫുഡൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ട് ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈബാഗ് നോക്കണേ കേട്ടോ. അപ്പൊ നമ്മള് നേരെ പോവാണ്. അതേപോലെ തന്നെ നമ്മളെ ഇവിടെയും തകൃതിയായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഇവിടെ അവര് മതില് കെട്ടണ എന്തൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ സൈബ? അപ്പുറത്തെ വീടിന്റെ ഇതാ ഇപ്പുറത്തെ വീടിന്റെ എന്തൊക്കെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് നടക്കട്ടെ. നമ്മളെന്തായാലും നമ്മളെ വീടിന്റെ കാര്യം പോയോക്കാം. വാ, നമ്മളെ ഫുഡും കൊണ്ട് സൈബ ഇറങ്ങാണ്. വെള്ളം ഇവിടെ ഉണ്ടല്ലോ സൈബ. ഇറങ്ങിട്ട് ബാക്കോട്ട് കിട്ടാ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വണ്ടി സൈഡാക്കട്ടെ. നോക്കിയെടുക്ക് അതൊക്കെ ചിന്തു. ഇപ്പൊ നമ്മൾ ഇവിടെയാണ് സൈഡാക്കുന്നത്. അവിടെ ഓൾറെഡി ഒരു വണ്ടി ഉണ്ട്, ക്രോസ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങോട്ട് സൈഡാക്കട്ടെ. വണ്ടി ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട് അല്ലേ സൈബ? ബാ, എന്താണ് എന്താ ഞങ്ങൾക്ക് വന്നില്ലേ ബാ? ഈ വണ്ടി ഇവിടെ ഇങ്ങനെ വെച്ചതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വണ്ടി ഇവിടെ ആക്കാൻ പറ്റില്ല അല്ലേ സൈബ? പക്ഷെ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി ഇങ്ങോട്ട് കയറ്റിട്ടാണെന്നുണ്ടെങ്കിൽ 2-3 വണ്ടി ഇവിടെ ഇടാം അല്ലേ ദീപ? ഷൂടേണ്ട ആവശ്യമില്ലേ? എന്നാ അവിടെ അയച്ചിട്ടോ. ഇവിടെ വെച്ചോ. ഇവിടെയൊക്കെ പെയിന്റ് അടി കഴിഞ്ഞിട്ടോ. പെയിന്റിങ്ങിന്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അല്ല, ഇത് പോളിഷ് ചെയ്യാണ്ട്, ഇത് ഗ്രെയിൻസ് ഒക്കെ ഇട്ടിട്ട് പോളിഷ് ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടാണ്. കണ്ടില്ലേ, ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, പോളിഷ് ചെയ്താൽ അടിപൊളിയാവും. ആൻഡ് ഇവിടെ നമുക്ക് മോഡുലാർ കിച്ചൺ ചെയ്യാണ്ട്. പെയിന്റിങ് കഴിഞ്ഞിട്ടല്ല സൈബ? ദൈവന്റെ റൂം നോക്കിയാ എനിക്ക് ഇരുട്ടായിരിക്കും, കാരണം ഇന്ന് നല്ല മഴക്കാറ് ഇതായിട്ട് നിൽക്കുന്നില്ല സൈബ? നല്ല മഴക്കാറ് ഇരുട്ട് കുത്തി നിൽക്കുക കേട്ടോ. ടൈം ഇപ്പൊ 2:30 ആയിട്ടുള്ളൂ. പക്ഷെ ഇരുട്ട് കുത്തി നിൽക്കുകയാണ്. അടിപൊളി, സൂപ്പർ ആവൂലേ? മഴ പെയ്യാൻ പാടില്ല. നമ്മള് വാട്ടർ പ്രൂഫിങ് ചെയ്യല്ലേ. ബാ നമ്മളെ റൂമിന്റെ ആ ഭാഗമൊക്കെ എന്തായെന്നൊന്ന് പോയോക്കട്ടോ. നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കളറ് ചൂസ് ചെയ്തത്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു രസാവൂല ഇവ? എല്ലാരും വൈറ്റിലേക്ക് ഒരു ബ്ലാക്ക് എടുക്കല്. നമ്മൾ അതിന് ഒന്ന് വെറൈറ്റി ആക്കിയതാ. ഇതൊക്കെ ഗ്രെയിൻസ് ഇട്ടിട്ട് പോളിഷ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, എന്റെ റൂം വാ കാണിച്ചു കൊടുക്കാം. നമ്മള് വാട്ടർ പ്രൂഫ് ചെയ്യണം എന്തിനാന്ന് വെച്ചാല് ഇവിടെയൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പുതിയ ഭാഗം ജോയിന്റ് ചെയ്തിരുന്നു. ഈ ഭാഗം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അപ്പൊ അവിടെ ഇവിടെ കൊറേ പൊട്ടിട്ടല്ലേ, അപ്പൊ നല്ലോണം ലീക്ക് ഉണ്ടേനി. പിന്നെ സെറ്റ് ആക്കണ്ടേ. അപ്പൊ മുകളില് ഒന്ന് കയറി വെക്കാം നമുക്ക്. വന്നെടുക്ക് അങ്ങ് കയറാൻ പറ്റുമോ? തല നോക്കണേ, വെക്കരുതേ. നമ്മൾ ഇതിൽ കൂടെ ഷീറ്റ് ഇങ്ങനെ വലിച്ചിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഷീറ്റ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മുകളിൽ കയറാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ എഡിറ്റിംഗ് സെറ്റപ്പിനുള്ള റൂമാണ്. സൈബ മുകളിൽ കയറി, നമുക്ക് മുകളിൽ കയറി വെക്കാം. എന്താ പാടെന്ന് കണ്ടില്ലേ? നമ്മൾ ആദ്യം വാട്ടർ ഇട്ടിട്ട് ഫുള്ള് ക്ലീൻ ആക്കുകയാണ്.
ക്ലീൻ ആക്കിയിട്ട് വേണം ചെയ്യാൻ. എൻ്റെ റൂമിന്റെ മുകളിൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന ഭാഗമാണ് ഈ ഭാഗം വരുന്നത്. ഇതിപ്പോൾ ഒരുപാട് വട്ടം കോൺക്രീറ്റ് ചെയ്ത് അല്ലപ്പാ, ഒരുപാട് വട്ടം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കാൻ നോക്കി, പക്ഷെ ആ ലീക്ക് മാറുന്നില്ല അല്ലേ? എന്താ ജോയിന്റിങ് ആണ്, കോൺക്രീറ്റ് അതിന്റെ ശാസ്ത്രീയ വശം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗമാണ് ഇത്രയും ഭാഗം. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ലീക്ക് വരുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ആ ലീക്ക് മാറുന്നില്ല. അതെന്താണെന്നുള്ളത് വാട്ടർ പ്രൂഫിങ്ങിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ ഇവിടെ ഉണ്ട്. അപ്പം മൂപ്പരോട് തന്നെ ചോദിക്കാം. ഇക്കാ, എന്താ പേര് പറയും? മസൂദ്. എന്താണ് നമുക്ക് ആ ലീക്ക് വരാനുള്ള കാരണം? മെയിൻലി ഇപ്പോൾ അവിടെ വന്നിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പിന്നീട് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത കേസാണ്. അപ്പോൾ അത്തരം ഏരിയകളിൽ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന ടൈമിൽ റീബാറിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് സ്റ്റീല് റീബാർ ചെയ്തിട്ട് വേണം പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ. അത് ഗ്രൗട്ട് വെച്ചിട്ട് ചെയ്യുന്ന ടൈമിൽ അവിടെ പിന്നെ ഒരു ക്രാക്ക് ഫോം ചെയ്തിട്ട് അതിൽ ലീക്കേജ് വരുന്ന കേസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മെയിൻലി ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഇഷ്യൂ. പിന്നെ നമ്മൾ ടോട്ടലി ഇത് കുറച്ച് കാലമായതുകൊണ്ട് തന്നെ ടോട്ടലി നമ്മൾ കവർ ചെയ്ത് ചെയ്യാന്നാണ്. അപ്പോൾ പിന്നെ അതേമാതിരി എനിക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞത്, ഇപ്പോഴത്തെ നമ്മുടെ വീടുകളൊക്കെ നമ്മൾ സൺഷെയ്ഡ് കുറഞ്ഞിട്ട് അല്ലേ, നമ്മള് ബോക്സ് ടൈപ്പാണ്. അപ്പൊ അതിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളും ആള് എനിക്ക് വേണ്ടി പറഞ്ഞു തന്ന് അതൊന്ന് പറഞ്ഞുതരോ? നമ്മളവിടെ ഇപ്പോൾ ഒരു മെയിൻ ഉദാഹരണം ഞാൻ കാണിച്ചുതരാം. നമ്മളവിടെ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ആണ്. അതായത് ഇതിപ്പോൾ ഒരു ബോക്സ് ടൈപ്പിലാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. അത് ആ ഫസ്റ്റ് ഫ്ലോറിന്റെ എന്താ പറയാ സൺഷെയ്ഡ് ആണ് അല്ലേ? ഗ്രൗണ്ട് ഫ്ലോറിന്റെ അപ്പൊ അത് പിന്നെ ഇതുവരെ എന്തില്ല, ഇതിന് പ്രൊജക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ മഴ പെയ്യുന്ന ടൈമില് ഈ കംപ്ലീറ്റ് വെള്ളം ഇതിലൂടെ ഒലിച്ചിട്ട് താഴെ വരെ ഒലിച്ചു പോകും. അപ്പൊ ഇതില് ഈ സ്ട്രക്ചർ ചെയ്യുന്ന ടൈമില് കോൺക്രീറ്റും പിന്നെ നമ്മളെ ലാറ്ററൈറ്റ് കല്ലും കൂടെ ജോയിന്റ് ആണ് ഭാഗത്ത്. ഈ തെർമൽ എക്സ്പാൻഷൻ ചൂട് തട്ടുമ്പോൾ അതിൽ വികാസം വരുമ്പോൾ അത് രണ്ട് മെറ്റീരിയലാണ്. അപ്പൊ അതിലൊരു ക്രാക്ക് ഫോം ചെയ്യും. പിന്നീട് അത് ഉള്ളിലോട്ട് ലീക്കേജ് വരും. അപ്പൊ ഒന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചുള്ള ഇവിടെ ഒരു ചെറിയ പ്രൊജക്ഷൻ കൊടുത്തിട്ട് കവർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ചെറിയ ഏരിയകളൊക്കെ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടുത്തെ സൺഷൈൻ്റെ കേസിലൊക്കെ നമുക്ക് ഇത്രയും ഏരിയ കവർ ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്, ആ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നില്ല. വാട്ടർ പ്രൂഫ് പറയുമ്പോൾ വലിയൊരു ഏരിയ നിങ്ങൾക്ക് അത് വാട്ടർ പ്രൂഫിങ്ങിന്റെ വരും. വളരെ കോസ്റ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ്സ് ജസ്റ്റ് ഇടുക. അതായത് ഇങ്ങനെ വെള്ളം വെകുന്നത് ഒഴിവാക്കുക എന്നുള്ളതുള്ളൂ. കുറച്ചൊരു സ്ലോപ്പുള്ള എന്തെങ്കിലും സ്ഥലം ഇനിയിപ്പോൾ വളരെ എന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടൈലോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് വെച്ചെടുത്താൽ പോലും മതി. പക്ഷെ എല്ലാവർക്കും അത് പിന്നെ അത് അതിന്റെ ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് പോകും. അപ്പൊ വേണമെങ്കിൽ അങ്ങനെ ഫുള്ളി വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ അത്രയും ഏരിയയില് ഇത് വരുന്നതാണ് വാട്ടർ പ്രൂഫിങ്ങിന്റെ ഏരിയ. വാട്ടർ പ്രൂഫിംഗ് ആണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇങ്ങനത്തെ കുഞ്ഞു ഏരിയയിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ആള് പറഞ്ഞൊരു സാധനമാണ് അല്ലേ? വാട്ടർ പ്രൂഫിംഗ് ആണ് അൾട്ടിമേറ്റ്, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തത് പിന്നെ പുതിയ വീട് വെക്കുന്നവർ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഭാഗങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക അല്ലേ? ഇങ്ങനെ വരുന്നത് എല്ലാവർക്കും ഇപ്പൊ ഇല്ലെങ്കിൽ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ചിലയിടത്തൊക്കെ നമ്മൾ ഈ സാധനം ചെയ്താലും പോലെ അത്ര മതി. ചെറിയൊരു വാട്ടർ കട്ടിങ് പോലെ ഒരു ചെറിയ ഇങ്ങനെങ്കിലും ഒരു പ്രൊജക്ഷനുകൾ കൊടുക്കണം, ചെറിയൊരു പ്രൊജക്ഷനെങ്കിലും കൊടുത്താൽ മതി. അതില്ലാത്ത ഏരിയയിലാണ് ഞാൻ ഈ പറയുന്നത് അല്ലേ? നമ്മൾ ഈ പഴയ ട്രഡീഷണൽ ടൈപ്പ് വീടുകൾക്കൊന്നും ഈ ഒരു വിഷയങ്ങൾ വരുന്നില്ല. ഈ കണ്ടംപററി സ്റ്റൈൽ വരുമ്പോഴാണ് ഫുള്ളി ബോക്സ് ആണ്. അപ്പൊ അതിലാണ് ഇത്തരം ഇഷ്യൂസ് വരുന്നത്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മള് വാട്ടർ പ്രൂഫിംഗ് എന്നുള്ളത് പറയുന്നത്. അതേമാതിരി തന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വാട്ടർ പ്രൂഫിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ കാണുന്നത്. അതായത് വെള്ളം അടിച്ചിട്ട് അല്ലേ, വാട്ടർ കൊണ്ട് നല്ലോണം ക്ലീൻ ആക്കും. ഇതാണ് നമ്മുടെ പഴയ ഭാഗം. ഇതിപ്പോ ക്ലീൻ ആക്കിയ ഭാഗം കേട്ടോ. നിങ്ങൾ തന്നെ നോക്കിയേ എന്ത് ഡിഫറൻസ് ആണെന്നുള്ളത്. ഇതിന് ശേഷം നമ്മൾ എന്തൊക്കെ വരിക? ഇതിനുശേഷം നമുക്ക് ഫസ്റ്റ് കോട്ട് പ്രൈമർ ആപ്ലിക്കേഷൻ ആണ് ആദ്യം വരിക. അപ്പൊ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്രാക്ക് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ ക്രാക്ക് ഫില്ലിംഗ് ചെയ്തിട്ടാണ് ചെയ്യുക. കംപ്ലീറ്റ് ക്രാക്ക് എല്ലാം ഫില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കോട്ട് പ്രൈമർ ചെയ്തതിനു ശേഷം ഫൈബർ മെഷ് ലേ ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് മെഷ് ലേ ചെയ്തതിനു ശേഷം അതിന് മുകളിൽ പിന്നും 3 കോട്ട് പ്രൈമർ ചെയ്തതിനു ശേഷം പോളിയൂറിത്തീൻ കോട്ടിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതെ. അപ്പൊ വെറ്റ് ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് വരുന്നത്. നിങ്ങളെ സ്വന്തം പ്രൊഡക്റ്റ് തന്നെ അല്ലേ? ഇപ്പൊ എത്രയായി നിങ്ങൾ മാർക്കറ്റിൽ? 4 വർഷത്തോളമായി ഫീൽഡിൽ. ഒരു അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾക്ക് ഇതുണ്ട് അല്ലേ, സൈറ്റുകളുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് സൈറ്റ് കഴിഞ്ഞു. അതെ, തിരുവനന്തപുരത്ത് പാലക്കാട് നാളെ ഇപ്പൊ പാലക്കാട് പോവാണ്. തിരുവനന്തപുരത്തെ പ്രൊജക്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടേക്ക് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് താഴെ ഒന്ന് പോയേക്കട്ടോ, വീടിന്റെ ബാക്കി പരിപാടികളും കാണിച്ചു തരാം. ഇപ്പൊ ചോറുന്നത് കേട്ടോ, ചിക്കൻ കറി സൈബ. അതെ സൈബ ഉണ്ടാക്കിയാണ്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടാ? എനിക്ക് വേറൊരു കാര്യം കാണിച്ചിട്ടേ. ഇതെങ്ങനെയുണ്ട് ചെടികള്?
നമുക്ക് ഇനിയും കൊണ്ടുണ്ട് ബാക്കിയുള്ള ചെടിയൊക്കെ അല്ലേ? ഈ ചെടി എവിടുത്തെ അറിയാം സൈബ എനിക്ക്? അത് നമ്മളവിടുത്തെ എവിടുത്തെ? റിസോർട്ടത്തെ അല്ലേ? ഈ ചെടിയോ? ചെടി എനിക്ക് ഓർമ്മ ഉണ്ടോ? ഇൻഡോർ പ്ലാന്റിൽ വെച്ചിട്ട് അതൊന്നും അതെ ഞാൻ എന്റെ റൂമിൽ ഒരുപാട് ഇൻഡോർ പ്ലാന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടില്ലായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. എന്തായാലും ഞാൻ താഴെ കൊടുക്കാം. അതിലുണ്ടായിരുന്ന ഒരു CC പ്ലാന്റ് ആണ് കേട്ടോ കാണുന്നത്. എന്താ ഡിസൈൻ? ഇത് ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഏതാ? ഇത് കൂടി ബാക്കി ഒന്ന് കട്ടിംഗ് പീസ് വെച്ച് റെഡിയാക്കിയാൽ മതി. അതെ ഇത് ബാക്കി വന്ന് കട്ടിംഗ് പീസ് വെച്ചിട്ട് ഇപ്പന്റെ ഐഡിയ ഒക്കെ ഒരു ഡിസൈൻ ചെയ്താട്ടപ്പ അല്ലേ? പിന്നെ ഇവിടൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാണ്ട് അത്രേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ എന്താ പിന്നെ കേറി കൂടെ അല്ലേ? എന്നായിരിക്കും സൈബ് നമ്മൾ ഇങ്ങോട്ട് മാറുക? 15-ാം തീയതിന്റെ ഉള്ളിൽ. ടൈം പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞേ. അതല്ല 15-ാം തീയതിന്റെ ഉള്ളില് ചിലപ്പോ കയറി. അപ്പം വാട്ടർ പ്രൂഫിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും സൈബ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാലോ? ഓക്കെ.